നിങ്ങളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ആങ്കറിംഗ് പണി വിട്ട് ഡോക്ടറായോ സർജറിക്ക് പോവാണോ ആ ഒരു ഗെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ കുങ്കുമപ്പൂ വിളയുന്ന ലക്ഷങ്ങൾ വിളയുന്ന ഒരു സ്ഥലത്താണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ബെലസ മാഗസിൻ. ദിസ് ഇസ് ആർജെ കിരൺ വിത്ത് യു. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരാണ്. പുത്തൂര് ജെയിംസ് കാപ്പാനിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ആ വീട്ടിലാണ് ലക്ഷങ്ങൾ വിളയുന്ന കുങ്കുമപ്പൂ നിൽക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം. ജെയിംസ് ചേട്ടൻ നമസ്കാരം. അദ്ദേഹം എൻ്റെ ഫേസിലോട്ട് നോക്കുന്നത് ഹൈലി സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ മാസ്ക് എന്തായാലും നിർബന്ധമാണ്. 2020 കൊറോണ സമയത്താണ് ഞാനൊരു സെറ്റപ്പ്, ഇത്രയും സെറ്റപ്പ് ഇല്ല, ഒരു ഗ്ലൗസ് അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസറും മാസ്കും ഇതൊക്കെ വയ്ക്കാൻ തുടങ്ങിയത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് 2025 ഇപ്പോൾ വയ്ക്കാൻ ഒരു അവസരം നന്ദി അറിയിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും സെറ്റപ്പ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്? ഇത് ഫുള്ള് സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയലാണ് ഇവിടെ ഉള്ളത്. കംപ്ലീറ്റ് ഈ മണ്ണായാലും ഈ വിത്തായാലും ഇതെല്ലാം കംപ്ലീറ്റ് സ്റ്റെറിലൈസ് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന ഓരോ വ്യക്തിയും അതുപോലെ ഹൈജീനിക് ആവും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യത. ഓക്കെ. അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് പറയാനുള്ള റീസൺ, നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പല ആൾക്കാർക്ക് തോന്നുന്നുണ്ടോ ഇത് എന്തിനാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. ഇത് ഫുള്ള് സ്റ്റെറിലൈസ് ആണ്. ഓക്കെ. അപ്പോൾ ഫുൾ സ്റ്റെറിലൈസേഷൻ ആണ്. ക്യാമറമാൻ വരെ ക്യാമറ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുങ്കുമപ്പൂ അല്ലെങ്കിൽ സാഫ്രോൺ 20 വർഷം പ്രവാസിയായിട്ട് ജീവിച്ചു. അതായത് സൗദി അറേബ്യ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹം 20 വർഷം പ്രവാസിയായിട്ട് ജീവിച്ചു. പിന്നെ നാട്ടിലെത്തി പ്രവാസ ജീവിതം വിട്ട് ഇപ്പോൾ സാഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂ. മലയാളികൾക്ക് ഇപ്പോഴും കുങ്കുമപ്പൂ അല്ലെങ്കിൽ എനിക്കായാലും മനസ്സിലാദ്യം വരുന്നത് ഒരു സൗന്ദര്യം അല്ലെങ്കിൽ വെളുക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു വസ്തുവാണ് കുങ്കുമപ്പൂ എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? സത്യത്തിൽ വെളുക്കുമോ എന്ന് ചോദിച്ചാൽ വെളുക്കും, എന്നാൽ ശരിയായ പ്രവർത്തനങ്ങൾ അതല്ല. അതായത് നമ്മൾ ബ്ലഡിൽ HB സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ സഫ്രോണിനുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു അതെ അതായത് പ്രഗ്നൻ്റായ വുമൺസിന് ഈ ഹീമോഗ്ലോബിൻ HB കുറയും. ഓക്കെ. അപ്പോൾ ഇത് സ്റ്റെബിലൈസ് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റെബിലൈസ് ചെയ്യുന്നതുകൊണ്ട് എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് HB വർദ്ധിക്കുന്നു. അതിൻ്റെ ഗുണം നമ്മുടെ കൊച്ചിനും ക്യാരിയിങ് ആണെങ്കിൽ ആ കൊച്ചിനും അല്ലെങ്കിൽ അല്ലാതെ നമ്മൾക്കും ഉണ്ടാവും. ആ എഫക്റ്റ് തീർച്ചയായിട്ടും നമ്മൾക്കും കിട്ടും, അതായത് ഉപയോഗിക്കുന്ന വ്യക്തിക്കും കിട്ടും, ക്യാരിയിങ് ആണെങ്കിൽ ബേബിക്കും കിട്ടും. അപ്പം അതുകൊണ്ടാണ് വെളുക്കുന്നത്. യഥാർത്ഥത്തിൽ HB ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. HB മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക് ഒരു എനർജി വരും. ആ എനർജി കുട്ടിക്കും കിട്ടും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് കുങ്കുമപ്പൂ പാലിലിട്ട് കഴിക്കണതൊക്കെ ഒരു മിത്താണ്, അല്ലെങ്കിൽ അതിലൊരു കാര്യമില്ല എന്ന് ഡോക്ടേഴ്സ് പലയിടത്തും പറയുന്നുണ്ട്. വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഏജന്റ് അല്ല ഉള്ളത്, HB വർദ്ധിപ്പിക്കാനുള്ള ഏജന്റാണ് ഇതിലുള്ളത്. ആ ഒരു തെറ്റിദ്ധാരണ ഇത് ഉണ്ടാക്കുന്ന ആൾ തന്നെ മാറ്റി തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു കൃഷി, അതായത് പലതരം പച്ചക്കറി കൃഷികളുണ്ട്, പലതരം ഇപ്പോൾ കുരുമുളക് നമ്മുടെ കേരളത്തിലെ കറുത്ത സ്വർണം എന്നാണ് പറയുന്നത്, അതിലുപരി അതിൽ നിന്ന് മാറി ഒരു വേറിട്ട ഒരു ചിന്തയാണ് ഇത് വളർത്താൻ. ഞാൻ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു കുങ്കുമപ്പൂ ഇവിടെ നാട്ടിൽ പിടിക്കണേ ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നല്ല തണുത്ത ഒരു ശൈത്യകാലത്തിലേക്കാണ് എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. നമ്മുടെ കാശ്മീരാണ് ശരിക്കും കുങ്കുമപ്പൂവിൻ്റെ കൃഷി നടക്കുന്ന സ്ഥലങ്ങൾ. ആ ഒരു ടെമ്പറേച്ചറും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനൊരു എക്സ്പോർട്ട് ബിസിനസ്സാണ് ചെയ്യുന്നുണ്ടായിരുന്നു, വിദേശത്ത് നിന്ന് വന്നതിന് ശേഷം കൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് യുണീക്കായിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണം. പല എക്സ്പോകളിലും നമ്മൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ വിദേശ രാജ്യങ്ങളിലെ ഡെലിഗേറ്റ്സ് ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് തോന്നിയത് നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ അവർക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾക്ക് സാധാരണ ഞാൻ ചെയ്തിരുന്നത് പച്ചക്കറി അരി അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കാനായിട്ട് ആ എക്സ്പോയിലാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്, മനസ്സിലായത്. ഡൽഹിയിലുണ്ടായിരുന്ന വേൾഡ് ഫുഡ് ഇന്ത്യ 2023 ഞാൻ പങ്കെടുത്തത്. അപ്പോൾ അതിൽ എനിക്ക് ഫീൽ ചെയ്തു, അത് ഒത്തിരി ഒരു 30ഓളം ഫോറിൻ ഡെലിഗേറ്റ്സിനെ എനിക്ക് എൻ്റെ കസ്റ്റമറായിട്ട് വന്നിരുന്നു. അപ്പോൾ എനിക്ക് അവരിൽ നിന്നുള്ള ഇൻട്രാക്ഷനാണ് എനിക്ക് പറഞ്ഞത്, യൂണീക്കായിട്ട് എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതിന് വിദേശ മാർക്കറ്റിൽ വളരെ ഡിമാൻഡാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് എനിക്കിത് കുങ്കുമപ്പൂ കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ നമുക്കിത്
ഏത് സാഹചര്യത്തിലും വളർത്താൻ സാധിക്കും എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ ബേസിക്കലി HVAC ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്നത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ബിൽഡപ്പ് ചെയ്യാനും സാധിക്കും. അതായത് സൗദി അറേബ്യയിലെ അദ്ദേഹം മിനിസ്ട്രിയിൽ AC-യുടെ കാര്യങ്ങളും ഹീറ്റ് ടെക്നോളജി അതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഈ നമ്മുടെ നാട്ടിലെ ചൂടിനെ എന്താ പറയുക തരണം ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും അദ്ദേഹത്തിന് ഓൾറെഡി അറിയാം. ഇതറിയാത്തവർ എന്ത് ചെയ്യും? അറിയാത്തവർക്കും ഉള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ട്രെയിനിങ് സെഷൻ നടത്തുന്നുണ്ട്. ഓക്കെ. ഇത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി അതിലൂടെ ഇത് കൃഷി വ്യാപിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യക്ക് ആവശ്യമായതിൻ്റെ വെറും 10% മാത്രമേ ഉൽപ്പാദനമുള്ളൂ. എൻ്റെ ചോദ്യം അതാണ്. നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് മിതമായിട്ടുള്ള പരിമിതികളുള്ളതുകൊണ്ടായിരിക്കുമല്ലേ ഇത്രയും കുറച്ചൊരു കൾട്ടിവേഷൻ? കേരളത്തിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ പോലും എൻ്റെ കയ്യിൽ നിന്നും 1 കിലോ വാങ്ങിയിട്ടുണ്ട്. 1 കിലോ കുങ്കുമപ്പൂവിന് എന്താണ് വില? 1 കിലോ കുങ്കുമപ്പൂവിന് കേരളത്തിൽ ഒരു 3.5 ലക്ഷം മുതൽ 5 ലക്ഷം 6 ലക്ഷം വരെയാണ് വില. അത് ക്വാളിറ്റി അനുസരിച്ച് സ്റ്റാർട്ടിങ് ഒരു 3.5 ലക്ഷം. 3.5 ലക്ഷമാണ് സ്റ്റാർട്ടിങ്. ഓക്കെ. അതിനുശേഷം ഇവിടെ എത്ര കിലോ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഇവിടെ 1/2 കിലോ ഉൽപ്പാദിപ്പിക്കാനാണ് ഇവിടെ ഇതിന്റെ പ്ലാന്റിന്റെ കപ്പാസിറ്റി. ഓ, ഈ പ്ലാന്റിന് പരിമിതികളുണ്ട്. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? ഇത് 150 സ്ക്വയർ ഫീറ്റ് ആണ്. 150 സ്ക്വയർ ഫീറ്റിൽ 1/2 കിലോ ആണ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നാണ് പറയുന്നത്. പരമാവധി സാധിക്കും. പരമാവധി. ഇപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ ഞാൻ കളിയാക്കിയൊന്നല്ല, ഇത് കാണുമ്പോൾ ഒരു സാധാരണക്കാരൻ കാണുകയാണെങ്കിൽ അവിടെ ഉള്ളി ഉണ്ടല്ലോ അല്ലെങ്കിൽ സബോള അതുപോലെയാണ് നിൽക്കുന്നത്. എന്താണ് ഇത്, എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഉള്ളി പോലെ ഉണ്ട്, പക്ഷെ ഇവിടെ കാണുമ്പോൾ ഉള്ളിയുടെ അതേ രൂപത്തിൽ കുറച്ച് സംഭവങ്ങൾ ഇതാണ് കോംസ്. ഇത് നമ്മൾക്ക് ഈ കോംസിനെ നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. വെറുതെ ഇത് ഈ ഇരിക്കുന്ന രീതിയിൽ വെച്ചാൽ മതി. മണ്ണിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഇപ്പൊ ഈ ഇരിക്കുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനാവശ്യമായ ന്യൂട്രീഷൻസ് എല്ലാം ഓൾറെഡി ഇത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമായ മറ്റു പല മൂലകങ്ങളും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്പ്രൗട്ടായി. ഇപ്പോൾ സ്പ്രൗട്ട് വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം, കണ്ടോ? സ്പ്രൗട്ട് വന്ന് ഇനി അടുത്തതായിട്ട് ഇത് ഫ്ലവർ വരും. ഓക്കെ. അതായത് ഇത് കോംസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കോംസ് എന്ന് പറയുന്നത് വിത്താണ്. വിത്തിനെയാണ് കോംസ് എന്ന് പറയുന്നത്. കോംസ് ബൾബ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഒരു മുട്ടയുടെ ഷേപ്പിലാണ് ഇത് ഉണ്ടാവുന്നത്. ഈ ഷേപ്പ്, ഇതിന്റെ ഷേപ്പ് നിങ്ങൾ മുട്ടയുടെ ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ ഇത് മുട്ടയുടെ ഷേപ്പാണ്. അല്ല, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് ഗൂഗിൾ പറഞ്ഞത്. കോംസ് എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ സാധാരണ വിത്തിട്ടു പാവി ഉണ്ടാവുന്ന ഒരു സംഭവമല്ല കുങ്കുമപ്പൂ. അത് ക്ലിയർ ആയിട്ട് പറയാം. ഇത് സീഡിൽ നിന്ന്, അതായത് സ്റ്റെമ്മിൽ അല്ല, ഇതൊരു മദർ കോമാണ്. മദർ കോം എന്ന് പറയും. മദർ കോമിൽ നിന്നും ബേബി കോം ഡെവലപ്പായി വരും. അപ്പോൾ ഈ ബേബി കോമാണ് നമുക്ക് നെക്സ്റ്റ് ഇയർ ഫ്ലവർ തരുന്നത്. മദർ കോം തേച്ചില്ലാതെയോ. ഓക്കെ. അപ്പോൾ എവരി ഇയർ നമുക്ക് മദർ കോമിൽ നിന്ന് ബേബി കോം പ്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം അതിൽ നിന്ന് ഫ്ലവർ വരുന്നു. നെക്സ്റ്റ് ഇയർ അത് മദർ കോമായി വരും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഒരു മദർ കോമാണ്. മദർ കോമിൽ നിന്ന് ഇതാ ബേബി കോംസ് ഡെവലപ്പായി വരുന്നുണ്ട്. ഒരു ചെറിയൊരു മുള. അതെ. ഈ ബേബി കോം ഡെവലപ്പായി ഏകദേശം ഒരു 8 ഗ്രാം വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഹെൽത്തി ആവും. 8 ഗ്രാം മുതൽ ഒരു 15 ഗ്രാം വരെ ഉള്ളതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കോമ്പ് എന്ന് പറയുന്നത്. ഈ കോമ്പിൽ നിന്നാണ് പിന്നീട് നമുക്ക് ഫ്ലവർ ഉണ്ടാവും. അതായത് 8 ഗ്രാമാണ് ഒരു കോമിന്റെ സൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെയിറ്റ്. അപ്പോൾ ചേട്ടാ, ഇത് എങ്ങനെയാണ് ഇതിന്റെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ വിത്ത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? ഇത് മദർ കോമാണ്. ഓക്കെ. ഇത് മദർ കോമിൽ നിന്ന് നമുക്ക് ബേബി കോംസ് ഉണ്ടാവും. ഓക്കെ. ബേബി കോംസ് എങ്ങനെയാ തിന്നത്? അത് കണ്ടോ, ഈ സൈഡിൽ ചെറിയ മുള വരുന്നത്. ഇത് വലുതായി നമ്മൾക്കൊരു 8 ഗ്രാം മുതൽ 12 ഗ്രാം വരെ ഉള്ളതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കോംസ് എന്ന് പറയും. ഓരോന്നും നമ്മളിങ്ങനെ വെയിറ്റ് നോക്കണം. വെയിറ്റ് നോക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാവും ഇത് 8 ഗ്രാം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും. 8 ഗ്രാം ഇല്ലെങ്കിലും നമ്മളിത് ഫ്ലവറിങ്ങിന് വേണ്ടി ട്രൈ ചെയ്യും. അത് നെക്സ്റ്റ് ഇയർ അതിനെ മദർ കോം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ 8 ഗ്രാമാണ് ആവറേജ് വേണ്ടത്. 8 ഗ്രാമാണ്. ഓക്കെ. ഇത് എത്ര വട്ടം പുഷ്പിക്കും, അല്ലെങ്കിൽ എത്ര വട്ടം ഒരു കോം ഒരു വട്ടമാണ് പുഷ്പിക്കുന്നത്. ഓക്കെ. അത് കഴിഞ്ഞാൽ അത് വെജിറ്റേറ്റീവ് പീരീഡിലേക്ക് പോവാണ്. അതായത് ഇതുപോലെയുള്ള ഇലകൾ വരും. ഓക്കെ. അപ്പോൾ ഒരു 2 മാസക്കാലം ഇതുപോലെ ഇലകൾ വരും. അത് കഴിഞ്ഞ് ഈ ഇലകൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ ഓൾറെഡി ഇതുപോലെ
ബേബി കോം ഡെവലപ്പായി വരുന്നുണ്ടാവും. ഇപ്പോൾ ഇതിൽ ബേബി കോം ഡെവലപ്പ് ആവുന്നുണ്ട്. ഒരു 4 മാസത്തിനുള്ളിൽ ശേഷം ഇത് നോക്കുവാണെങ്കിൽ ഇത് ഏകദേശം 1.5 അടി, ഒരടിയിലധികം ഹൈറ്റ് വരും. ഓക്കെ, ഏകദേശം ഇവിടെ വരെ വരും. അപ്പോൾ അത് കട്ട് ചെയ്ത് നിർത്തുമോ അതോ? ഒന്നും ചെയ്യണ്ട, അത് തന്നെ ഉണങ്ങിപ്പോവും. ഉണങ്ങിയതാണ് നമ്മൾ ഇപ്പുറത്തെ ഈ ട്രെയിൽ കാണുന്നത്. അങ്ങനെ ഉണങ്ങിയതാണ് ഈ ട്രെയിൽ കാണുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ഇതിങ്ങനെ വെജിറ്റേറ്റീവ് കഴിഞ്ഞ് അതിന് കോംസ് ഡെവലപ്പ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ഇരിക്കും. കണ്ടോ, ഇതിനിപ്പോൾ റൂട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് ഡെഡായോ അപ്പോൾ? ഇല്ല, ഇത് ആണ് പിന്നീട് നമുക്ക് മദർ കോം ആയിട്ട് വരുന്നത്. അതായത് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇതിന് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്ലവറിങ് സ്റ്റേജാണ്. ഇപ്പോൾ ഡോർമൻസിയിലാണ് ഇതിരിക്കുന്നത്. ഓക്കെ, ഡോർമൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫ്ലവറിങ് ആണ്. ഫ്ലവറിങ് കഴിഞ്ഞാൽ വെജിറ്റേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോംസ് ഡെവലപ്മെൻ്റ് ആണ്. കോംസ് ഡെവലപ്പായി കഴിഞ്ഞാൽ വീണ്ടും അത് ഇതിലേക്ക് പോകും, ഡോർമൻസിലേക്ക് പോകും. ഡോർമൻസി കഴിഞ്ഞ് 2 മന്ത്സ് ഡോർമൻസി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതെല്ലാം കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞില്ലേ, അതിന് ശേഷമാണ് പിന്നെ വീണ്ടും ഇത് സ്പൗട്ട് വരുന്നത്. സ്പൗട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് ഫ്ലവർ ആണ്. സാധാരണ ചെടികൾ എന്ന് പറഞ്ഞാൽ സൈക്കിള്. സാധാരണ ചെടികൾ പറഞ്ഞാൽ വിത്തിട്ടു, അത് മുളച്ച് വന്നതിന് ശേഷമാണ് പൂവിടുക. കുങ്കുമപ്പൂ അല്ലെങ്കിൽ സാഫ്രോണിന്റെ കാര്യത്തിൽ ആദ്യം പൂവിട്ടിട്ടാണ് പിന്നെ അത് ചെടിയായി മാറുന്നത്. അതെ അതെ അതെ. സാധാരണ ചെടികൾ പല ചെടികളും അതുപോലെ ഉണ്ട്. നമ്മുടെ ലില്ലിപ്പൂവ് അങ്ങനെയാണ്, ഫസ്റ്റ് ഫ്ലവർ ആണോ വരുന്നത്, അതിന് ശേഷമാണ് അതിന്റെ ഇലകൾ. നമ്മൾ സാധാരണ കാണുമ്പോൾ സാധാരണ അങ്ങനെയാണ്, കൂടുതലും അങ്ങനെയാണ്. ഇലകൾ വന്നതിന് ശേഷം പിന്നെ വിത്ത് വരുന്നു, വിത്ത് വന്നതിന് ശേഷം അതിലൊരു പൂവ് വരുന്നു. ഓക്കെ, ഇതിപ്പോ ഒരു പൂവിൽ നിന്ന് എത്ര ഗ്രാം ലഭിക്കും? ഒരു പൂവിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് 1 കിലോ ലെവലിൽ പറയുകയാണെങ്കിലാണ് ഈ പറയാനായിട്ട് എളുപ്പം. നമുക്കൊരു 10 കിലോ പൂവിൽ വിത്തിൽ നിന്നും നമുക്ക് ഒരു 10 ഗ്രാം 10 കിലോ വിത്തിൽ നിന്നും കോംസിൽ നിന്നും ഒരു 10 ഗ്രാം ഇത് കിട്ടും. സാഫ്രോണാണ് കിട്ടുന്നത്. അതെങ്ങനെ ഹെൽത്തി ആയിട്ട് ഒരു സാഫ്രോൺ കിട്ടണമെങ്കിൽ എത്ര ഇലകൾ ഉണ്ടാവും ഇതില് നമ്മൾക്ക് ഒരു കോംസിൽ നിന്നും പരമാവധി 5, 6, 7 ഫ്ലവർ വരെ നമുക്കിവിടെ 6 ഫ്ലവർ വരെ വിരിഞ്ഞിട്ടുണ്ട്. ഒരു കോംസിൽ നിന്നും 6 ഫ്ലവർ വരെ ഹെൽത്തി ആയത്. അതായത് ഒരു 10-12 ഗ്രാം വെയിറ്റുള്ള കോംസിൽ നിന്ന് നമുക്കൊരു 6, 7 ഫ്ലവർ കിട്ടും. ഫ്ലവേഴ്സ് കിട്ടും. ഒരു ഫ്ലവറിൽ 3 സ്റ്റിഗ്മയാണ് ഉണ്ടാവുക. ആ സ്റ്റിഗ്മയാണ് ഈ കുങ്കുമപ്പൂ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 6 ഫ്ലവറിൽ 3 വെച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊരു 18 സ്റ്റിഗ്മ കിട്ടും ഒരു കോംസിൽ നിന്നും. ഓക്കെ, ആ 18 സ്റ്റിഗ്മ എന്ന് പറയുന്നത് 1 ഗ്രാം പോലും ഉണ്ടാവില്ല അല്ലേ? ഇല്ല. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു 100 ഗ്രാം ഇപ്പം ഇവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ എന്താണ് റേറ്റ്? 100 ഗ്രാം എന്തായാലും 1 കിലോ ഇവിടെ നിന്ന് മേടിക്കാനുള്ള 100 ഗ്രാം മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വരുന്നത് നമുക്ക് 6000 രൂപയാണ്. 6000 അല്ല, 60,000 രൂപ. 100 ഗ്രാമിന് 60,000 രൂപ. ഓക്കെ, സാധാരണക്കാരന് ഒരു കുങ്കുമപ്പൂ, അതായത് സാധാരണക്കാരന് 1 ഗ്രാം മേടിച്ചാൽ മതി. 1 ഗ്രാം മേടിച്ചാൽ 2 ഗ്രാം മേടിച്ചു കഴിഞ്ഞാൽ ഒരു 1 ഗ്രാമിന് എത്ര? 1 ഗ്രാമിന് 600 രൂപ. 600 രൂപയുള്ളൂ. ഈ 1 ഗ്രാം എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയപ്പോൾ ഞാൻ തപ്പി നടന്നൊരു സാധനമാണ്. എന്നിട്ട് എനിക്ക് ക്വാളിറ്റി ഉള്ള ഒരു കുങ്കുമപ്പൂ എങ്ങനെയാണ് നമുക്ക് അത് തിരിച്ചറിയാൻ? അത് നമ്മൾ നാഷണൽ കെമിക്കൽ ലാബിലാണ് തിരിച്ചറിയാൻ. ലാബ് ടെസ്റ്റാണ് സാധാരണയായി നടത്തുന്നത്. ഓക്കെ, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അറിയാമെന്ന് പറയുന്നത് വളരെ, ഞാൻ ഇവിടുന്ന് പലയിടത്തുനിന്ന് ടെസ്റ്റ് ചെയ്തത് നമുക്ക് സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ ഒറിജിനലും. അല്ല, നമ്മൾ ചില വീഡിയോസ് കണ്ടു, അതായത് കുങ്കുമപ്പൂ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കളറ് വളരെ കുറച്ച് വ്യാജന്മാർ മാത്രമേ അങ്ങനെ കളർ പോവുള്ളൂ. ഒറിജിനലായ പോലെ ഉണ്ടാക്കുന്ന വ്യാജന്മാർ അങ്ങനെ കളർ പെട്ടെന്ന് പോവില്ല. ഒറിജിനൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത്? നമ്മളൊരു വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ കളർ പെട്ടെന്ന് വളരെ, അതിപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സ്ലോലി ആയിരിക്കും ഡൈലൂഷൻ വരുന്നത്, കളർ ചേഞ്ച് വരുന്നത്. പക്ഷേ ഈ പറയുന്ന അഡൾട്രേറ്റ്, അതായത് വ്യാജം മിക്സ് ചെയ്തതിലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ വിത്ത്, ഇതിൻ്റെ പൂവ്, ഇതിൽ എല്ലാം അറിഞ്ഞു. പക്ഷേ എനിക്കിവിടെ നിൽക്കാനേ പറ്റുന്നില്ല. ഒരു കുളുമാണ്, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ പോയൊരവസ്ഥയാണ്. ഇപ്പോൾ ഇതിനുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 13 ഡിഗ്രിയാണ്. 13 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അത് വലിയൊരു തണുപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇത് പുറത്തിരുന്ന് കുറച്ച് ഊഷ്മളതയിൽ നിന്ന് സംസാരിക്കാം അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ ശൈത്യകാലത്ത് നിന്ന് ഊഷ്മളതയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്കൊന്ന് നിൽക്കാൻ പറ്റുന്നത്. നേരത്തെ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. എങ്ങനെയാണ് ഈ തണുപ്പത്ത് നിൽക്കാൻ പറ്റുന്നത്?
അത് നമ്മൾ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നപ്പോഴും അവിടെ നല്ല തണുപ്പായിരുന്നു. അറബി ഇപ്പൊ GCC കൺട്രീസ് എന്ന് പറഞ്ഞ ചൂടിന്റെ അങ്ങേറ്റാണ്. ദുബായ് പോയി അത് അങ്ങനെയല്ല, എല്ലാ മേഖലകളും അങ്ങനെയല്ല. അല്ല, സൗദിയിൽ ഇപ്പോഴും തണുപ്പാണ്. ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് സ്നോഫാൾസ് ഉണ്ടായിരുന്നു. ഓക്കെ. അത് ഏത് സ്ഥലമായിരുന്നു? അത് തബൂക്ക്, ജോർദാൻ ബോർഡറിലെ തബൂക്കിന് അവിടെ എല്ലാ വർഷവും സ്നോഫാൾസ് ഉണ്ട്. ആ ഒരു തണുപ്പ് കാരണമാണോ ഇവിടെ ഇത്രയും തണുപ്പ് ക്രിയേറ്റ് ചെയ്തത്? അതുകൊണ്ടല്ല, നമ്മുടെ കൃഷിക്ക് ആവശ്യമാണ്, അതുകൊണ്ട് നമ്മൾ തണുപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ജെയിംസ് കാപ്പാനി. നേരത്തെ മാസ്ക് ഇട്ട മനുഷ്യനായിരുന്നു, ഇപ്പൊ മാസ്ക് ഇല്ലാതെ ശരിക്കുള്ള രൂപം നമ്മുടെ പ്രേക്ഷകർ കണ്ടോട്ടെ എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുങ്കുമപ്പൂവ്. ലക്ഷങ്ങൾ വില വരുന്ന ഒറിജിനൽ ക്വാളിറ്റി. ഇത് ഏത് ക്വാളിറ്റിയാണ്? അങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന കുങ്കുമപ്പൂവാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. ലക്ഷങ്ങൾ വില വരുന്നുണ്ട്. അത് ചെറിയ ഡപ്പയിലായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് മേടിക്കാം. ലക്ഷങ്ങളായിട്ട് എത്ര കിലോ കണക്കിന് മേടിക്കാം. 100 ഗ്രാം സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? 100 ഗ്രാം തൊട്ടാണോ? അല്ല, 1 ഗ്രാം 100 ഗ്രാമിന് അത്യാവശ്യം വിലയുണ്ടല്ലോ അല്ലേ? ഓക്കെ, 1 ഗ്രാം 2 ഗ്രാം അങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം പുത്തൂർക്ക് പോകുന്നു, ജെയിംസ് എന്നെ കണ്ടാൽ മതി. ഡിസ്കൗണ്ട് എന്തെങ്കിലും കൊടുക്കൂ? ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, എങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത്? എക്സ്പോ കണ്ടു, ഒക്കെ കാര്യങ്ങൾ. ഇതിന്റെ ചെലവുകൾ, ഈ സീഡ് നമുക്ക് കിട്ടണമല്ലോ. ആദ്യം ഒരു വിത്ത് ഉണ്ടെങ്കിലല്ലേ ചെടി ഉണ്ടാവുള്ളൂ. അതിലൊരു കോൺട്രവേഴ്സി ഇപ്പോൾ നടക്കുന്നുണ്ട്. ആദ്യം വിത്താണോ ചെടിയാണോ എന്നൊക്കെ ഗവേഷകർ അത് ഗവേഷിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഞാനിത് എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു യുണീക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് നടത്തായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് നമുക്ക് ഇതിൽ താല്പര്യം തോന്നി. നേരെ കാശ്മീർ പോയി. കാശ്മീരിലാണ് ഇതിൻ്റെ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ ഉള്ളതെന്ന് മനസ്സിലായി. കാശ്മീരിൽ പോയി അതിനെക്കുറിച്ച് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. അവിടെയും ഇതേപോലെ ഇൻഡോർ ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കാശ്മീർ ഓൾറെഡി തണുപ്പാണ്. അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടി, അതായത് ഡിസ്പ്ലേക്ക് വേണ്ടി ഏത് സീസണിലും കാണിക്കാവുന്ന ഒരു സെറ്റപ്പിൽ. അത് മാത്രമല്ല, ഇതിൻ്റെ സീഡ് സ്റ്റോറേജ് ചെയ്യുന്നതിന് അങ്ങനെ പല രീതിയിലും അവിടെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി. പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ പോയി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ട്രെയിനിന് ശേഷമാണ് ഇതിലേക്ക് വന്നത്. ഓക്കെ, ഇതിനൊരു ഇനീഷ്യൽ ചിലവ് എന്തായിരുന്നു? എത്രയായിരുന്നു ചിലവ് വരുന്നത്? നമുക്കൊരു 10 ലക്ഷം രൂപ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരും. ഓക്കെ, അത് 12 ലക്ഷം രൂപയോളം. വിത്തും അതുപോലെ ഇതിനുള്ള സെറ്റപ്പും AC എല്ലാം കൂടിയിട്ടാണോ ഈ 12 ലക്ഷം? അതെ. അത് ചെറിയ ഒരു 150 സ്ക്വയർ ഫീറ്റിന് നമുക്കൊരു വന്നിരിക്കുന്നത്. 150 സ്ക്വയർ ഫീറ്റിൽ നമുക്കൊരു കൃഷി തുടങ്ങണമെങ്കിൽ ഒരു 10-12 ലക്ഷം രൂപ ഉണ്ടായി കഴിഞ്ഞാൽ, തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വരുമാനം എങ്ങനെയാണ്? വരുമാനം എങ്ങനെയാണ്? ഇത് 2 തരത്തിലാണ് ഇതിൽ നിന്നും വരുമാനം നമുക്ക് കിട്ടുന്നത്. ഒന്ന് ഇതിൻ്റെ സഫ്രോൺ പൂവിൽ നിന്നും കിട്ടും. അത് കഴിഞ്ഞ് ഇത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും, അതായത് വിത്തുൽപാദനത്തിലൂടെയും നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടും. ഇതിപ്പോൾ നമുക്ക് വിത്തിന് വരുന്നത് 1 കിലോ വിത്തിന് ഏകദേശം 2500 മുതൽ 3500 രൂപയാണ് വില വരുന്നത്. അതായത് 1 കിലോ വിത്തിൻ്റെ. അപ്പോൾ നമ്മളത് 1 കിലോ വിത്ത് നിന്നും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 2 കിലോ 3 കിലോ 4 കിലോ വരെ കിട്ടാം. അതെ, ഒരു കോമാണ് ഒരു വിത്ത് എന്ന് പറയുന്നത്. അതെ. ആ കോമ എങ്ങനെയാണ് നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് വേറെ 2-3 വിത്തിലേക്ക് മാറുന്നത്? അതായത് ഒരു കോംസ് നമ്മൾ കാശ്മീരിൽ നിന്നും കൊണ്ടുവന്നാൽ നമ്മളിവിടെ അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്ത് നമ്മൾ ലാബിൽ പ്ലേസ് ചെയ്യുന്നു. അതായത് വിത്ത് നടുന്ന പോലെ പ്ലേസ് ചെയ്തു എന്ന് പറയുന്നത്, ഇതിന് മണ്ണും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. നമ്മൾ കണ്ടിരുന്നു അതുപോലെ വയ്ക്കുന്നു. അപ്പോൾ ആവശ്യമായ ന്യൂട്രീഷൻസും കാര്യങ്ങളും അതിന് വേണ്ട മൂലകങ്ങളെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അതെങ്ങനെ കൊടുക്കുന്നു? ലൈക്ക് മണ്ണില്ലാതെ എങ്ങനെയാണ് ഒരു അതിന് വേണ്ടത് ഹ്യൂമിഡിഫയർ, ഡീഹ്യൂമിഡിഫയർ, ഈ സംവിധാനത്തിലൂടെയാണ് അതിന് വേണ്ട ജലാംശമൊക്കെ കൊടുക്കുന്നത്. ഇതിന് ഈ ഫ്ലവറിങ് സ്റ്റേജിൽ ഇതിന് സത്യത്തിൽ ന്യൂട്രീഷൻസ് ഒന്നും കൂടെ തന്നെ സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഹ്യൂമിഡിറ്റി, ഓക്സിജൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ലക്സ്, അതെല്ലാം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫ്ലവർ കിട്ടും. ലക്സ് ഒരു പ്രധാന ഘടകമാണ്. ലക്സ് മീൻസ് ഡെൻസിറ്റി, UV ലൈറ്റിൻ്റെ ഡെൻസിറ്റിയാണ് ലക്സ് എന്നുകൊണ്ട്. എൻ്റെ ഒരു ഉള്ളിലൊരു സംശയമാണ്, ഒരു ചെടി വളരണമെങ്കിൽ സൂര്യ വെളിച്ചം വേണം എന്നാണ്. അതായത് ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ സൂര്യ വെളിച്ചം വേണം, നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ സൂര്യപ്രകാശം ഒന്നുമില്ല, UV ലൈറ്റാണ് അതിന് സൂര്യപ്രകാശമായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി, പലരും പറയും ഇതിന് ക്വാളിറ്റി ഉണ്ടാവില്ല എന്നങ്ങനെ പലരും കമൻറ്റുകളിൽ കണ്ടിരുന്നു. അപ്പോൾ ക്വാളിറ്റി കുറയാനുള്ള സാഹചര്യമില്ല. കാരണം എന്താ വെച്ചാൽ കുറയും, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറയും. ഫുള്ളി ഓട്ടോമേഷനാണത്. നമ്മൾ ഒരിക്കൽ ഇതിനുള്ളിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക്
ഹാർവസ്റ്റിംഗ് സമയത്ത് മാത്രം അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി. അതെ. അതുവരെയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം നിയന്ത്രിക്കുന്നത് നമുക്ക് മൊബൈലിൽ നിയന്ത്രിക്കാൻ സാധിക്കും. ഓക്കെ. അതായത് സാധാരണ ഒരു കൃഷിക്കാരൻ രാവിലെ എഴുന്നേൽക്കണം, കളയ്ക്കണം, വെള്ളം ഒഴിക്കണം, വളമിടണം, അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഇതിലില്ല. ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ കുങ്കുമപ്പൂ കൃഷി എന്ന് വേണം പറയാം. എന്ന് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതായത് ഒരിക്കൽ ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് നമുക്ക് ഫ്ലവറിങ് വരെ യാതൊന്നും ചെയ്യണ്ട. ഫ്ലവറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ മറ്റൊരു മീഡിയത്തിലോട്ട് മാറ്റുന്നുണ്ട്. അതായത് സാധാരണ മണ്ണിന്റെ മീഡിയത്തിലോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഓരോ കാശ്മീരിന്റെ അതേ ഘടനയിലുള്ള മണ്ണിനെ നമ്മൾ ഇവിടെ ക്രമീകരിച്ച് അതിൽ സ്റ്റെറിലൈസ് ചെയ്ത് അതിന് വേണ്ട മൂലകങ്ങളെല്ലാം ചേർത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അതായത് കാശ്മീരിന്റെ മണ്ണ് നമ്മുടെ നാട്ടിലെ മണ്ണായിട്ട് ഇത് പിടിക്കാൻ സാധിക്കും. നാട്ടിലെ മണ്ണ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാട്ടിലെ മണ്ണിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രീറ്റ് ചെയ്ത് കാശ്മീരിലെ മണ്ണിന് സമാനമായ എന്താണ് ട്രീറ്റ്മെന്റ്, എന്തൊക്കെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ? അതിൽ മണ്ണിനെ നമ്മൾ KFRAയിലും അവിടെ മറ്റു പല ഗവേഷണ കേന്ദ്രങ്ങളിലും കൊടുത്ത് മണ്ണിൻ്റെ ഘടന മനസ്സിലാക്കി, മണ്ണിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ നിലവിലുള്ളത് മനസ്സിലാക്കി, കാശ്മീരിലെ മണ്ണും നമ്മൾ ഇതേപോലെയുള്ള പല ലാബുകളിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബീച്ചിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുണ്ട്, മറ്റ് പ്രൈവറ്റ് ലാബുകളിലും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടെസ്റ്റ് ചെയ്ത് നമ്മൾ മണ്ണിന് ആവശ്യമായ മൂലകങ്ങൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കതിൽ നിന്നും ഞാൻ കുറയ്ക്കാൻ ശ്രമിച്ചില്ല, കുറച്ചൊക്കെ കുറച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ആഡ് ചെയ്ത് അതിൽ കാശ്മീരിൻ്റെ മണ്ണിൻ്റെ ഘടനയ്ക്ക് ആ രീതിയിലേക്ക് ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ കൊടുക്കണം എന്നാണ്. അതെ. അത് എത്രത്തോളം സക്സസ്ഫുൾ ആണ്. അതെ. അത് ചെയ്താണ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് ഇയർ നമുക്ക് ഇതിൻ്റെ 100% റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് അറിയാം. എത്ര വട്ടം ഫ്ലവർ ചെയ്തു ഇവിടെ വെച്ചിട്ട്? ഇവിടെ ഒരു വട്ടമാണ് ഫ്ലവറിങ്. ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലവറിങ് ആണ്. സെക്കൻഡ് ഫ്ലവറിങ് ടൈം അല്ല, ഗ്രോ ചെയ്യുന്നു അപ്പുറത്തെ ബെഡിൽ. ഓക്കെ. ഇത് ഈ ഇപ്പുറത്തെ ബെഡിൽ നമുക്ക് ഗ്രോ ചെയ്യുന്നു, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഒരു വർഷം ആവുന്നേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി തുടങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം സ്റ്റഡി ചെയ്തിട്ടേ ഇത് തുടങ്ങാവൂ. ഇവിടെ തുടങ്ങി അവിടെ കണ്ടു എന്ന് പറഞ്ഞ് എല്ലാവരും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠനം നടത്തി സ്റ്റഡി ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നല്ല വിജയം കൈവരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അനുഭവം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഒരു പ്രേക്ഷകർ, അപ്പം ഞാൻ സംശയം ചോദിക്കാമല്ലോ, ഫസ്റ്റ് ഫ്ലവറിങ്ങിൽ എത്ര ഗ്രാം കിട്ടി? അത് ഫസ്റ്റ് ഫ്ലവറിങ് നമ്മൾ ചെയ്തത് വെറും 10 കിലോ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. 10 കിലോ സീഡ് മാത്രമാണ് ചെയ്തത്. ഇതിൻ്റെ കപ്പാസിറ്റി നമുക്ക് 500 കിലോനാണ്. നമ്മളത് ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുമ്പോൾ പയ്യെ തിന്നാമെന്നുള്ള രീതി, ശരിയാണ്, എന്നുള്ള രീതിയിൽ നമ്മൾ 10 കിലോനാണ് തുടങ്ങിയത്. അത് നമുക്ക് 100% വിളവ് തന്നു. ഓക്കെ. എത്ര ഗ്രാം കിട്ടി? അതിൽ നിന്നൊരു 8 മുതൽ 10 ഗ്രാം വരെയാണ്. അതായത് 2 ട്രേ ഇതൊക്കെ ഉള്ളൂ, എന്താ പറയുക, ഇതിന് വെറൈറ്റി വരുമല്ലോ, ഗ്രേഡിങ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുമ്പോൾ ഒരു 10 ഗ്രാം, അത് കഴിഞ്ഞ് ഗ്രേഡിങ് കഴിയുമ്പോൾ ഒരു 8 ഗ്രാം 7 ഗ്രാം വരെ ലെവലിലേക്ക്. ഓക്കെ. അതായത് 10 കിലോ വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചത് വെറും 8-10 ഗ്രാമാണ്. അത്രേ ഉള്ളൂ. പക്ഷേ അത് വിറ്റ് കഴിഞ്ഞാൽ ആ ഒരു എന്താ, അത് മാത്രമല്ല, നമ്മൾ എന്ത് കിട്ടി എന്നുള്ളത് ചോദിക്കുന്നതിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ പ്രസക്തിയില്ല. ഇതൊരു ബിസിനസ്സാണ്, കൃഷിയുമാണ്. അതെ. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഒരു വാഴ വെച്ച് വാഴയിൽ നിന്ന് കൊല കിട്ടി, അതോടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഇതതുപോലെയല്ല. ഇതൊരു 2 വർഷം 3 വർഷത്തെ ഒരു ടാർഗറ്റ് വെക്കണം. നമ്മൾ ഒരു വെയിറ്റിംഗ് പീരീഡ് വേണം. എന്നാലാണ് 2 വർഷത്തിൽ എന്തായാലും ബ്രേക്ക് ഈവൺ ആവും, ഉറപ്പാണ്. അതായത് ഇത് വരുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഇത് കുങ്കുമപ്പൂവിൻ്റെ വിത്ത് വന്ന് അതിൻ്റെ ഫ്ലവർ കിട്ടി, അതിനുശേഷം അതിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നു. വിത്തിൻ്റെ വിലയും നമുക്ക് കവർ ചെയ്യുമ്പോൾ എത്രയോ മടങ്ങായി മാറും. അപ്പോൾ ഇതിൽ നിന്ന് 10 കിലോയിൽ നിന്നും 10 ഗ്രാം കിട്ടി ഉള്ളൂ എന്നുള്ളതല്ല, 10 കിലോ എന്നുള്ളത് 30 കിലോ 40 കിലോ വരെയാണ് നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ അത്രയും പ്രൊഡക്ഷൻ കൂടുകയാണ്. അല്ല, ഇത് കാണുന്ന ഒരാൾക്ക് ഉള്ളിൽ തോന്നാലോ, അതായത് ലക്ഷങ്ങൾ വില വരുന്ന ഒരു സംഭവമാണ് കുങ്കുമപ്പൂ. അപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഒരു സംശയം ഉണ്ടാവും, അവർക്കും തുടങ്ങാനുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ എടുത്ത് ചാടി ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു കറക്ഷൻ കൂടിയാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത്. അതെ, കറക്ഷൻ. അതായത് ഇത് 10 കിലോ പൂവിൽ 10 കിലോൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 കിലോ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 20 കിലോ 30 കിലോ 40 കിലോ കിട്ടാം. ഓക്കെ. അതിന് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഈ പറയുന്ന ബ്രേക്ക് ഈവൺ ആവും. ഓക്കെ.
അപ്പോൾ ഈ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് എന്തെങ്കിലും സാങ്ഷൻ വേണോ? ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചന്ദനം വെച്ച് കഴിഞ്ഞാൽ അത് മുറിക്കണമെങ്കിൽ ഗവൺമെൻറ് അപ്രൂവൽ വേണം, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിച്ചാൽ മാത്രം മുറിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ കുങ്കുമപ്പൂവും അല്ലെങ്കിൽ സാഫ്രോണ്. നല്ല വിലയുണ്ട്. അപ്പോൾ അത് വെക്കാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും സാങ്ഷൻ എടുക്കണോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പേപ്പർ വർക്ക്സ് ഉണ്ടോ? ഇതിപ്പോൾ പേപ്പർ വർക്ക്സ് ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ കൃഷി ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. പക്ഷേ നമ്മൾക്ക് അഗ്രികൾച്ചർ കണക്ഷൻ കിട്ടണം. അതുപോലെ തന്നെ അഗ്രികൾച്ചർ കണക്ഷൻ കിട്ടിക്കൊള്ളണം. എല്ലാ മേഖലകളിലും കിട്ടിക്കൊള്ളണമെന്നില്ല. ഗവൺമെൻറ്റിൻ്റെ അതാത് രീതിയിൽ സ്ഥലങ്ങളിലുള്ള നിയമങ്ങൾക്ക് ആനുപാതികമായിട്ടാണ് അഗ്രികൾച്ചർ കണക്ഷൻ കിട്ടുക. കിട്ടും, ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടില്ല. അതുമാത്രമല്ല, ഇത് സെയിൽസ് ചെയ്യണം. നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ സെയിൽ ചെയ്യാനായിട്ട് നമ്മൾക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റുണ്ട്, ഡൊമസ്റ്റിക് മാർക്കറ്റുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഒരു ലൈസൻസ് എടുക്കുന്നത് നല്ലതാണ്. ലൈസൻസ് വേണം. ഓക്കെ. നിർബന്ധമല്ലേ നമുക്ക് കൃഷി ചെയ്യുന്നത്, പക്ഷേ ഇത് നമുക്ക് ട്രേഡ് ചെയ്യുന്നത് ചെയ്യണം. പക്ഷെ അങ്ങനെ ലൈസൻസ് ഇല്ലെങ്കിൽ അതൊരു ഇല്ലീഗൽ ബിസിനസ്സായി മാറില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, അതിലേക്ക് വരുന്നതേ ഉള്ളൂ ഞാൻ. അതായത് കൃഷി ചെയ്യുന്നതിന് ലൈസൻസിൻ്റെ ആവശ്യമില്ല. ഏത് കൃഷി ആർക്കും എവിടെയും ചെയ്യാം. അതിനൊരു പ്രത്യേക ലൈസൻസിൻ്റെ ആവശ്യമില്ല. ശ്രദ്ധിക്കണം. അതെ, ഞാൻ പറഞ്ഞത് ഇത് ഈ തുടങ്ങണേ പെർട്ടിക്കുലറായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പഞ്ചായത്ത് ലൈസൻസ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏതാണോ ബോർഡ് വരുന്ന ആ ലൈസൻസ് എടുക്കുക. അതിനുശേഷം FSSC, അത് കഴിഞ്ഞ് IE കോഡ് എടുക്കുക, അത് കഴിഞ്ഞ് GST, അത് കഴിഞ്ഞ് നമുക്ക് സെൻട്രൽ FSSCയുടെ സെൻട്രൽ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, ഇത് രണ്ടും എടുക്കാം. അപ്പോൾ നമുക്ക് ഫുള്ള് ലൈസൻസായി. കടമകളുണ്ട്. അതായത് സ്റ്റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, കോർപ്പറേഷനാണെങ്കിൽ കോർപ്പറേഷൻ ലൈസൻസ് നിർബന്ധമാണ്, FSSC ലൈസൻസ് നിർബന്ധമാണ്, പാക്കിംഗ് ലൈസൻസ് നിർബന്ധമാണ്. അതായത് അളവ് തൂക്കം നമ്മൾ 1 ഗ്രാം ഉണ്ട് എന്നുള്ളത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് ഗവൺമെൻറ് അംഗീകരിച്ച അളവ് തൂക്കം മെഷീനിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് അളവ് തൂക്കം മെഷീനില്ലാതെ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് തെറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെടുക്കണം. അതുപോലെ ഇത് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് വേണം. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ GST വേണം, മറ്റു പല ലൈസൻസുകൾ. അതായത് പിന്നെ നമുക്ക് അപ്പയുടെ വേണം, അപ്പയുടെ ലൈസൻസ് എടുക്കണം. അത് കഴിഞ്ഞ് സ്പൈസസ് ബോർഡിൻ്റെ ലൈസൻസ് എടുക്കണം. അത് എന്നാലാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, പിന്നെ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി ചെയ്യുന്നുണ്ട്. അത് പലർക്കും അറിയില്ല. അപ്പോൾ അതുവഴി നമുക്ക് വളരെ നമ്മുടെ ബിസിനസ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് നടത്താം എന്നാണ് പറയുന്നത്. നടത്താം തീർച്ചയായിട്ടും. പാഴ്സൽ കൊറിയർ സർവീസ് നമ്മുടെ അതിന് കൊറിയർ ചെയ്യുന്ന കാര്യത്തിൽ ചെയ്യാം. അതിന് ഇതല്ല, അത് പറഞ്ഞത് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ മേഖലയാണ്. നമുക്കറിയാത്ത വിഷയമാണ്, അതുകൊണ്ട് ചോദിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഒരു പോസ്റ്റ് ഓഫീസ് കാണുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ കത്തഴിക്കാം അല്ലെങ്കിൽ കൊറിയർ ചെയ്യാം എന്നൊരു സെറ്റപ്പ് മാത്രമാണ് ഒരു സാധാരണ ഉള്ളിലുള്ളത്. എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതെ. ഏത് എങ്ങോട്ടൊക്കെ? ഏത് രാജ്യത്തേക്ക് നമുക്ക് എക്സ്പോർട്ട്, നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴി ഏത് രാജ്യത്തേക്ക് നമുക്ക് കയറ്റുമതി ചെയ്യാം. ഇതൊരു വലിയൊരു അറിവാണ്. നമുക്ക് വലിയ കുറേ പൈസ ചിലവാക്കി ഓരോ എക്സ്പോർട്ട് ലൈസൻസ് ഉള്ള ആളെടുത്ത് പോയിട്ട് ചെയ്യണതിലുപരി പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. എക്സ്പോർട്ട് ലൈസൻസ് മാൻഡേറ്ററി ആണ്. നമുക്ക് സ്വന്തമായിട്ട് വേണം. ഓക്കെ. നമുക്ക് എക്സ്പോർട്ടിൽ ആദ്യം, അതായത് ഇത് നമ്മൾ പഞ്ചായത്ത് ലൈസൻസ് കഴിഞ്ഞു, FSSC കഴിഞ്ഞു, ലൈസൻസുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നതാണ് GST കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ അപ്പയുടെ ലൈസൻസ്, അത് കഴിഞ്ഞാൽ സ്പൈസസ് ബോർഡ്. അത് ഈ ലൈസൻസുകളെല്ലാം ഉണ്ടെങ്കിലാണ് പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കയറ്റുമതി ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളുണ്ട്, നടക്കില്ല. ഇല്ല, ഇത്രയും കാര്യങ്ങളെന്ന് പറഞ്ഞ് ഇതൊക്കെ നമ്മുടെ കോർപ്പറേഷൻ ലൈസൻസ് കിട്ടാനാണ് ബുദ്ധിമുട്ടായിരുന്നത്. അതിപ്പോൾ വളരെ കേസിറ്റ് വന്നുകൊണ്ട് വിത്തിൻ 1 വീക്കിനുള്ളിൽ കിട്ടുന്നുണ്ട്. എനിക്കതൊരു ആഴ്ചക്കുള്ളിൽ കിട്ടി. ഓൾമോസ്റ്റ് എല്ലാവർക്കും 1 ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ ലൈസൻസ് കിട്ടും. ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് വിത്തിൻ 1 അവറിൽ കിട്ടും. പിന്നെ GST എന്ന് പറയുന്നത് 1 വീക്കിനുള്ളിൽ കിട്ടും. പണ്ടത്തെ അത്രയും ബുദ്ധിമുട്ടില്ല. ലൈസൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ GST ഒരു 3-4 ദിവസം, മാക്സിമം 1 വീക്ക്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അപ്പേഡാന്ന് പറഞ്ഞാൽ വിത്തിൻ 1 അവറിൽ അതും കിട്ടും. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞ സ്പൈസസ് ബോർഡ്, അതും 1 അവറിനുള്ളിൽ കിട്ടും. അപ്പോൾ ലൈസൻസുകളെല്ലാം ഇപ്പോൾ വളരെ ഈസിയാണ്, ജനങ്ങൾക്ക് ഇതിൽ ചെയ്താൽ മതി. അതുപോലെ ഇതിന് ആവശ്യമായ കറണ്ട് കണക്ഷൻ വളരെ ഈസിയാണ്. നമ്മൾ സോളാറും ഉണ്ട്, KSEBയുടെയും കണക്ഷൻ ഉണ്ട്.
പക്ഷേ സബ്സിഡി കിട്ടുന്നുണ്ടോ ഈ കർഷകർക്ക്? സബ്സിഡി കിട്ടുന്നുണ്ട്, പല രീതിയിലുള്ള സബ്സിഡികളുണ്ട്. ഇപ്പോൾ ഞാൻ ഗവൺമെൻറ്റിലേക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഹോർട്ടിക്കൾച്ചർ മിഷനിൽ ഇത് ഉൾപ്പെടുത്തിയാലാണ് നല്ല രീതിയിലുള്ള കൃഷി കർഷകർക്ക് ചെയ്യാൻ പറ്റുള്ളൂ സബ്സിഡിയോടുകൂടി. ഇപ്പോൾ നിലവിൽ ഹോർട്ടിക്കൾച്ചർ മിഷനിൽ സഫ്രോണിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് പ്ലാനിംഗ് ബോർഡിലും ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കുകയും നമ്മുടെ മിനിസ്റ്റർ ലെവലിൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് മിനിസ്റ്റർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നമുക്കിത് ചെയ്യാം, പല കർഷകരായി തുടങ്ങുന്നു, ഇപ്പോൾ നിലവിൽ പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് ഹോർട്ടിക്കൾച്ചർ മിഷനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്കിത് വളരെയധികം സബ്സിഡി കാര്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് കിട്ടും.